ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റായ ബിയോണ്ട് ഫിയർ എന്നതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം വിശദീകരണം ഓരോ വേർഡ്സ് മലയാളത്തിൽ എഴുതി വിശദീകരിക്കുന്നതാണ്. അതുപോലെ അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. ബിയോണ്ട് മീൻസ് അപ്പുറം, ഫിയർ മീൻസ് പേടി അല്ലേ, പേടിക്ക് അപ്പുറം അല്ലേ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. താഴെയുള്ള ഈ പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൻ്റെ താഴായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹീറോസ് ആയിട്ട് ഓർക്കുന്നത്, റിമെമ്പർ ചെയ്യുന്നത്? അല്ലെ, ഇവരെല്ലാം നമ്മൾ ഹീറോസ് അല്ലേ, നമ്മുടെ ഹീറോ നായകന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഗാന്ധിജിയെ ആണെങ്കിലും കർഷകനെ ആണെങ്കിലും അല്ലേ, സഹായത്തിൽ രക്ഷിക്കുന്ന ആളുകളെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഹീറോസ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ, റിമെമ്പർ ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വൈ ഡു വി റിമെമ്പർ? എന്തുകൊണ്ടാണ് ഇവരെ നമ്മളങ്ങനെ ഹീറോസ് ആയിട്ട് ഓർത്ത് വെക്കുന്നത് അല്ലേ? ഗാന്ധിജിയെ നമ്മളൊരു ഹീറോ ആയിട്ട് റിമെമ്പർ ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ബിക്കോസ്, കാരണം ആൾ ഓഫ് ദം ആർ ഡൂയിങ് ഗുഡ്നെസ് ഇൻ സൊസൈറ്റി അല്ലേ. എല്ലാവരും എന്താണ്? നന്മയാണ് സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത് അല്ലേ. ഗുഡ്നെസ്, നല്ല കാര്യങ്ങളല്ലേ എല്ലാവരും ചെയ്യുന്നത് അല്ലേ, ഗുഡ്നെസ് ആണ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ് അറൗണ്ട് ദം. അവർക്ക് ചുറ്റുമുള്ള ഒന്നിനെയും അവർ പേടിക്കുന്നില്ല, അഫ്രൈഡ് ചെയ്യുന്നില്ല അല്ലേ. ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് അല്ലേ, ഒന്നിനെയും ഭയക്കുന്നില്ല. നോട്ട് ഈവൻ ഡെത്ത് അല്ലേ, മരണത്തെ വരെ പേടിക്കാത്ത ആളുകളാണ് അല്ലേ. ഇവരെല്ലാം മരണത്തെ മുന്നിൽ കണ്ട് തന്നെ ആളുകളെ രക്ഷിക്കാനൊക്കെ അല്ലേ, ഇവരുടെ ജീവനെ അവർ വില കൽപ്പിക്കുന്നില്ല. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെയൊക്കെ എന്താണ്, ഹീറോസ് ആയിട്ട് ഓർത്ത് വെക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസാണ് അവരെ ഹീറോസ് ആക്കുന്നത്? എന്തൊക്കെ ക്വാളിറ്റിയാണ് അവരുടെ ഗുണങ്ങളിലെ? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഹീറോ എന്ന് വിളിക്കുന്നത്? അവരുടെ ഗുഡ്നെസ്സിലെ, സഹായിക്കാനുള്ള അവരുടെ മനസ്സിലെ അവരുടെ ഗുഡ്നെസ്, അതുപോലെ ഹോണസ്റ്റി, സത്യസന്ധത, എമ്പതി അല്ലേ. നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു സിമ്പതി തോന്നാം അല്ലേ, അയ്യോ പാവം. പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നതിന് പകരം നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ട് അവരെ സഹായിക്കുക അല്ലേ, അങ്ങനെ സഹായിക്കുന്നവരാണ് അവർ, എമ്പതി ഉള്ളവരാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റഗ്രിറ്റി, കറേജ്, ധൈര്യം, കമ്പാഷൻ. ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്താണ്, ഹെഡ്ലൈൻ എന്താണ്? ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് ചെറിയ കൈകൾ, ബിഗ് കറേജ് വലിയ ധൈര്യം. കറേജ് മീൻസ് ധൈര്യം. ലിറ്റിൽ ഹാൻഡ്സ് അല്ലേ, ചെറിയ കൈകളുള്ള ഈ ചെറിയ കുട്ടികളുടെ വലിയ ധൈര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ, ബിഗ് കറേജ്. അപ്പോൾ അവരെന്ത് ധൈര്യമാണ് കാണിച്ചതെന്ന് നമുക്ക് ഈ കഥയിലൂടെ നോക്കാം. ഫൺ ടൈം അല്ലേ, രസകരമായിട്ടുള്ള സമയം, ഫണ്ണായിട്ടുള്ള സമയം, ഒരു കളിക്കുന്ന പ്ലേ ടൈം അല്ലേ. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക് വെർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദർ ഹൗസ്. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക് അല്ലേ, ദിൽനയും അവരുടെ ചെറിയ അനിയനല്ലേ ലിറ്റിൽ ബ്രദർ. ലിറ്റിൽ ബ്രദറിൻ്റെ നെയിം എന്താണ്? ഇസാക്ക് അല്ലേ. അവരുടെ ദിൽനയും അവരുടെ ബ്രദറായിട്ടുള്ള ലിറ്റിൽ ബ്രദറായിട്ടുള്ള ഇസാക്കും അവരെന്താണ്, കളിക്കുകയാണല്ലേ, വേർ പ്ലേയിങ് അല്ലേ, കളിക്കുകയാണ്. എവിടെയാണ്? ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദർ ഹൗസ്, അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിലല്ലേ, അതായത് വീടിൻ്റെ പിൻമുറ്റത്തിലെ, മുന്നിലല്ല ബാക്കിൽ കളിക്കുകയാണല്ലേ, ബാക്ക് യാർഡ് ഓഫ് ദർ ഹൗസ്, വീടിൻ്റെ പിൻമുറ്റത്ത് അവർ കളിക്കുകയാണ്. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്കൈ ആൻഡ് സെയ്ഡ്. ദിൽന എന്താണ്, ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ലുക്ക്ഡ് അപ്പ് അറ്റ് ദി സ്കൈ അല്ലേ, സ്കൈ എന്താണ്, ആകാശം. ആകാശത്തേക്ക് നോക്കിയിട്ട് എന്താണ് പറഞ്ഞത്? സെയ്ഡ് ഇസാക്ക് വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഇസാക്ക് നമുക്കെന്താണ്, ഉള്ളിലേക്ക് പോകാം അല്ലേ, വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലേ. വി ഷുഡ് ഗോ ഇൻസൈഡ്, നമ്മളെന്തായാലും വീടിൻ്റെ അകത്തേക്ക് പോകണം. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ അല്ലേ, മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു അല്ലേ, തിങ്ക് ചെയ്യുന്നു അല്ലേ. ഇതിലേക്ക് മനസ്സിലായി, ആകാശം കണ്ടപ്പോൾ എന്ത്, മഴ പെയ്യാൻ പോവുകയാണ്, ഗോയിങ് ടു റെയിൻ അല്ലേ, മഴ പെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായി. ഇതെങ്ങനെ മനസ്സിലാക്കാം അല്ലേ, ആകാശം ഇരുണ്ടത് കാണുമ്പോൾ നമുക്കറിയാം മഴ പെയ്യാൻ പോവുകയാണെന്ന്. യെസ് ലെറ്റ്സ് ഗോ. ഇസാക്ക് നോഡഡ് എ ലിറ്റിൽ വെറീഡ്. ഇസാക്ക് എന്താണ്, തലയാട്ടിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? നോഡഡ് മീൻസ് തലയാട്ടി, ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി. ഇസാക്ക് നോഡഡ് അല്ലേ. യെസ് ലെറ്റ്സ് ഗോ, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ലിറ്റിൽ വെറിയിഡ് അല്ലേ, കുറച്ച് വെറി ആയിട്ടില്ലേ. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചൊരു സങ്കടം, ഒരു വെറി ഉണ്ട്, ഒരു ആശങ്ക ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ വെറിയോടെ കൂടെ എന്താണ്, ഇസാക്ക് തലയാട്ടിക്കൊണ്ട് എന്താണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ബോത്ത് ഓഫ് ദം അല്ലേ, അവർ 2 പേരും, ബോത്ത് മീൻസ് 2 പേരും. ക്വിക്ലി റാൻ ഇൻ ടു ദി ഹൗസ് അല്ലേ, പെട്ടെന്ന്. ക്വിക്ലി മീൻസ് പെട്ടെന്ന്, റാൻ ഇൻ ടു ദി ഹൗസ് അല്ലേ, വീട്ടിലേക്ക് ഓടിപ്പോയി. ദേ വെൻറ്റ് സ്ട്രെയിറ്റ് ടു ദി കിച്ചണിലെ, കിച്ചണിലേക്കാണ് അവർ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ പോയതില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് എവിടെയും തങ്ങാതെ നേരെ കിച്ചണിലേക്കാണ് പോയത്. ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദി ടേബിൾ. മേശപ്പുറത്ത് എന്താണ്, ഒരു പ്ലേറ്റ് കുക്കീസിലെ ബിസ്ക്കറ്റ് കണ്ടു. ഓൺ ദി ടേബിളിലെ, ടേബിളിൽ കുക്കീസ് കണ്ടു. കുക്കീസ് ഇസാക്ക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. ഗ്രാബ്ഡ് മീൻസ് കയ്യിലെടുക്കുക അല്ലേ, ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് ഇസാക്ക് വളരെ വലിയ സ്മൈലോട് കൂടി, വിത്ത് എ ബിഗ് സ്മൈലോട് കൂടി എന്താണ് പറഞ്ഞത്? ഇസാക്ക് സൈഡ് എന്താണ്, കുക്കീസ് അല്ലേ, ബിസ്ക്കറ്റുകൾ എന്ന് വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇസാക്ക് പറയുകയാണ്, ഒന്ന് കയ്യിലെടുത്തുകൊണ്ട്. കുത്തു. ദിൽന 2 ഗ്രാബ്ഡ് അല്ലേ, ദിൽനയും ഒരു ബിസ്ക്കറ്റ് എടുത്തു അല്ലേ. ഇസാക്കും എന്താണ്, ഒന്ന് എടുത്തിട്ടുണ്ട്. ദിൽന 2 അല്ലേ, അവളും ഒന്നെടുത്തു.
ഈ ടു എന്താണ് രണ്ടെണ്ണം എന്നല്ല അല്ലേ, TW ആണ് ടു. ദിൽനയും അല്ലേ അവളും എന്നുള്ള മീനിങ് ആണ് ദിൽന ടു അല്ലേ, ദിൽനയും എടുത്തു. I too ഞാനും എടുത്തു. മോം ഇറ്റ്സ് റെയിനിങ് ഇസാക്ക് ഷൗട്ടഡ്. ഇസാക്ക് എന്താണ് ഷൗട്ട് ചെയ്ത് നിലവിളിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു, മോം ഇത് എന്താണ് മഴ പെയ്യുന്നുണ്ട്, അമ്മയെ എന്താണ് മഴ പെയ്യുന്നുണ്ട്, ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തു. ദർ വാസ് നോ റിപ്ലൈ, മറുപടി ഒന്നും ഉണ്ടായില്ല. പക്ഷേ അമ്മയോട് എന്താണ് മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ മറുപടി ഒന്നും കേട്ടില്ല. ഇതിൻ്റെ താഴെയായിട്ട് എന്താണ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ദി ചിൽഡ്രൻ പ്ലേയിങ്, എവിടെയാണ് കുട്ടികൾ കളിച്ചിരുന്നത്, പ്ലേ ചെയ്തത് എവിടെയാണ്, വേർ അല്ലേ എവിടെയാണ് അല്ലേ. ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദി ഹൗസ് അല്ലേ, വീടിൻ്റെ പിൻവശത്ത് അല്ലേ പിൻമുറ്റത്ത്. ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദി ഹൗസ്, വീടിൻ്റെ പിൻഭാഗത്താണ് അവർ കളിച്ചിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദി റൈൻ, നിങ്ങൾക്ക് എന്താണ് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ, ഡു യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഇഷ്ടമാണെങ്കിൽ യെസ് അല്ലേ ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദി റൈൻ, എനിക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്ലേയിങ് എനിക്ക് ഇഷ്ടമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദർ വാസ് നോ റീപ്ലൈ ഫ്രം മദർ, വാട്ട് മേ ബി ദി റീസൺ അല്ലേ, അമ്മ എന്താണ് മഴ പെയ്യുന്നു പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു റിപ്ലൈ അല്ലെ ഒരു മറുപടി വന്നില്ല. ദർ വാസ് നോ റീപ്ലൈ ഫ്രം മദറിൻ്റെ അടുത്ത് നിന്ന് ഒരു റിപ്ലൈ വന്നിട്ടില്ല. വാട്ട് മേ ബി ദി റീസൺ, എന്തായിരിക്കാം കാരണം, കാരണം നമ്മളിവിടെ പറഞ്ഞില്ല. എന്തായിരിക്കാം, നിങ്ങൾക്ക് ഗസ് ചെയ്തുകൊണ്ട് ഊഹിച്ചുകൊണ്ട് കാരണം വേണമെങ്കിൽ എഴുതാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അമ്മ റിപ്ലൈ തരാത്തത്. ഒന്നെങ്കിൽ എന്താണ്, ബിക്കോസ് ഷീ വാസ് നോട്ട് അവെയർ ഓഫ് ദർ കാൾ അല്ലേ, ഒന്നെങ്കിൽ അവരുടെ ആ വിളി ആ കോൾ എന്താണ് അമ്മ കേട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഓർ ഷീ വാസ് ബിസി വിത്ത് ഹെർ ജോബ്സ്, ഒന്നെങ്കിൽ എന്തായിരിക്കാം അവളുടെ ജോബിലെ ആ പണിയിൽ എന്താണ് അവൾ ബിസി ആയിരിക്കാം, അതുകൊണ്ട് കേട്ട് കാണില്ല. അല്ലെങ്കിലോ ഷീ വെൻറ്റ് ടു സംവെയർ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ട് വിളി കേട്ടില്ല, നിങ്ങൾക്ക് ഗസ് ചെയ്തില്ലേ, ഊഹിച്ചുകൊണ്ട് ഇവിടെ ആൻസർ ചെയ്താം. എന്തുകൊണ്ടാണ് ശരിക്കുള്ള കാരണമെന്ന് നമുക്ക് ഇനി നോക്കാം. അമ്മ എന്തുകൊണ്ടാണ് വിളി കേൾക്കാത്തതെന്ന് നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ നോക്കാം. ടിയേഴ്സ് ഓഫ് ഫിയർ, ഫിയർ മീൻസ് ഭയം, ടിയേഴ്സ് മീൻസ് നമ്മുടെ കണ്ണുനീർ സങ്കടം അല്ലേ, അതായത് ഭയത്തിൻ്റെ കണ്ണുനീർ അല്ലേ, ടിയേഴ്സ് ഓഫ് ഫിയർ അല്ലേ, ഭയം കൊണ്ടുണ്ടാവുന്ന നമ്മുടെ സങ്കടം അല്ലേ, ടിയേഴ്സ് കണ്ണുനീര്. ദെൻ ദേ റാൻ ടു ദി ലിവിങ് റൂം അല്ലേ, പിന്നെന്താണ് അവർ ലിവിങ് റൂമിലേക്ക് അല്ലേ, സ്വീകരിക്കുന്ന ആ സ്വീകരണമുറി നമ്മുടെ ഡൈനിങ് ഹാൾ ലിവിങ് റൂമിലേക്ക് ഓടിപ്പോയി. അത് കിച്ചണിൽ പോയി, കിച്ചണിൽ അമ്മയെ കണ്ടില്ല, അപ്പോൾ അവർ ലിവിങ് റൂമിൽ പോയി നോക്കി. മദർ വാസ് ലൈയിങ് ഓൺ ദി ഫ്ലോർ, മദർ എന്താണ് അപ്പോൾ എന്താണ് ഫ്ലോറിൽ തറയിൽ കിടക്കുകയായിരുന്നു. മോം ദിൽന കോൾഡ് ലൗഡ്ലി അല്ലേ, അമ്മേ ദിൽനെന്താണ് ഉറക്കെ വിളിച്ചു, കോൾ ലൗഡ്ലി. ഷീ ഡിഡ് നോട്ട് ആൻസർ അല്ലേ, അവളെന്താണ് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ആൻസർ ചെയ്തില്ല, ഡിഡ് നോട്ട് ആൻസർ. വൈ ഈസ് മോം ലൈയിങ് ഓൺ ദി ഫ്ലോർ, ഈസ് ഷീ സ്ലീപ്പിംഗ്, ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഇസാക്ക് അവൻ്റെ സിസ്റ്ററോടല്ലേ സഹോദരിയോട് ദിൽനയോട് എന്താണ് ചോദിച്ചത്, വൈ ഈസ് മോം ലൈയിങ് ഓൺ ദി ഫ്ലോർ അല്ലേ, എന്തുകൊണ്ടാണ് അമ്മ നിലത്ത് കിടക്കുന്നത്, ലൈയിങ് ഓൺ ദി ഫ്ലോർ അല്ലേ തറയിൽ എന്തുകൊണ്ടാണ് കിടക്കുന്നത്. ഈസ് ഷീ സ്ലീപ്പിംഗ്, എന്താണ് അവൾ ഉറങ്ങുകയാണോ അല്ലേ, അമ്മ ഉറങ്ങുകയാണോ. മോം വേക്കപ്പ് ഹി ക്രൈഡ് അല്ലേ, അവൻ കരഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്, മോം വേക്കപ്പ് മമ്മയെ എഴുന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. ഡോൺ വെറി ഇസാക്ക് ഷീ വിൽ ബി ഓക്കെ, എന്താണ് വിഷമിക്കേണ്ട അല്ലേ, ഡോൺ വെറി ഇസാക്കെ നീ വിഷമിക്കേണ്ട, എന്താണ് അമ്മ എന്താണ് ഓക്കെ ആവില്ല, എന്താണ് കുഴപ്പമൊന്നുമില്ല, ഷീ വിൽ ബി ഓക്കെ, എന്താണ് ഓക്കെ ആയിക്കോളും. ദിൽന സെഡ് ട്രൈയിങ് ടു കൺസോൾ ഹിം, ദിൽന എന്താണ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ, ട്രൈയിങ് ടു കൺസോൾ ഹിം, കൺസോൾ മീൻസ് ആശ്വസിപ്പിക്കുക അല്ലേ, അവനെന്താണ് സമാധാനിപ്പിക്കാൻ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടില്ലേ ശ്രമിച്ചുകൊണ്ടാണ് അവൾ എന്ത് പറഞ്ഞത്, ഡോൺ വെറി ഇസാക്കിലെ വിഷമിക്കേണ്ട, ഷീ വിൽ ബി ഓക്കെ, അവളെന്താണ് ഓക്കെ ആവും, അമ്മ എന്താണ് ഓക്കെ ആവും, അമ്മക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ, കൺസോൾ ചെയ്തു. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി, ദിൽനെന്താണ് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയില്ലേ, ഓടിച്ചെന്നിട്ട് അവളെന്താണ് ഷുക്ക് ചെയ്തുല്ലേ, ഹെർ ജെന്റ്ലി പതുക്കെ എന്താണ് ഇങ്ങനെ കുലുക്കി ഷുക്ക് ചെയ്തു, ജെന്റ്ലി മീൻസ് പതുക്കെ. മോം പ്ലീസ് വേക്കപ്പ് ദിൽന ബെഗ്ഡ് ബട്ട് ഷീ ഡിഡ് നോട്ട് മൂവ്, ദിൽനെന്താണ് യാചിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു, അമ്മയെ ദയവായി ഉണരൂ അല്ലേ, പ്ലീസ് വേക്കപ്പ് അല്ലേ, അമ്മയെ എഴുന്നേൽക്കൂ എന്ന് ബെഗ് ചെയ്യുകയാണല്ലേ, എങ്ങനെ യാചിക്കുകയാണല്ലേ, അമ്മയോട് പറയുകയാണ്. ബട്ട് ഷീ ഡിഡ് നോട്ട് മൂവ്, പക്ഷേ എന്താണ് അവൾ അനങ്ങിയില്ല അല്ലേ, അനക്കം ഉണ്ടായില്ല, ഡിഡ് നോട്ട് മൂവ് ചെയ്തില്ല. ദിൽന ട്രൈഡ് അഗെയിൻ ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ, ദിൽന എന്താണ് അമ്മയെ കുറച്ചുകൂടി കുലുക്കിയിട്ട് ഹാർഡായിട്ട് കുലുക്കിയിട്ട് വീണ്ടും ശ്രമിച്ചു അല്ലേ, ദിൽന ട്രൈഡ് അഗെയിൻ ഒന്നുകൂടി അമ്മ എഴുന്നേൽക്കോ മൂവ് ചെയ്യോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ലിറ്റിൽ ഹാർഡറായിട്ട് ഷേക്ക് ചെയ്തു അല്ലേ, ഇങ്ങനെ കുലുക്കി. ബട്ട് ഷീ സ്റ്റിൽ ഡിഡ് നോട്ട് റെസ്പോണ്ട്, പക്ഷേ ഇപ്പോൾ എന്താണ് അവളൊന്നും റെസ്പോണ്ട് ചെയ്തില്ല അല്ലെ, പ്രതികരിച്ചില്ല. ഇസാക്ക് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്, ഇസക്കിൻ്റെ കണ്ണുകൾ എന്താണ് നിറഞ്ഞൊഴുകിയില്ലേ, ടിയേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്തുല്ലേ, കണ്ണുനീര് വരാൻ തുടങ്ങി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദി മദർ അല്ലേ, ഈ അമ്മക്ക് എന്താണ് പറ്റിയത്, എന്തായിരിക്കും സംഭവിച്ചത്, വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഷീ മേ ഹാവ് ഫെയിൻറ്റഡ് ഓർ ഹാഡ് എ ഹേർട്ട് അറ്റാക്ക്, ഒന്നെങ്കിൽ എന്നാൽ മയങ്ങിയതായിരിക്കും അല്ലേ, ഫെയിൻറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഓർ ഹാഡ് എ ഹേർട്ട് അറ്റാക്ക്, ഒരു ഹാർട്ട് അറ്റാക്ക് ആവാനും സാധ്യതയുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ നോക്കാം.
നിങ്ങളുടെ ഗസ്സിലെ ഊഹം എന്ന നിലക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് അപ്പ് ഹെർ മദർ അപ്പ്? അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദിൽന എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ദിൽന ഡു? ദിൽന എന്താണ് ചെയ്തത്? ഷീ ഷുക്ക് ഹെർ മദർ ജെൻലി അല്ലേ, അമ്മയെ എന്താണ് പതുക്കെ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തു അല്ലേ. പിന്നെന്ത് ചെയ്തു? ആഫ്റ്റർ ദാറ്റ് ഷീ ഷുക്ക് ഹെർ മോം എ ലിറ്റിൽ ബിറ്റ് ഹാർഡർ. എന്നിട്ട് എന്താണ് വീണ്ടും ഒന്ന് കുറച്ചുകൂടി ഹാർഡറായിട്ട് ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്തു, കുലുക്കി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദിൽന ആൻഡ് ഇസാക്ക് ഡു നെക്സ്റ്റ്? അല്ലേ, നെക്സ്റ്റ് അടുത്തതായിട്ട് ദിൽനയും ഇസാക്കും ഇനി എന്ത് ചെയ്യും? വാട്ട് വിൽ ദിൽന ആൻഡ് ഇസാക്ക് ഡു? അല്ലേ, എന്താണ് ഇനി ചെയ്യുക? ദേ വിൽ സീക്ക് ഹെൽപ്പ് ഫ്രം സംവൺ. അല്ലേ, ആരെന്നെങ്കിലും ഒരു സഹായം ചോദിക്കാം. നിങ്ങളെന്താണ് ഇങ്ങനൊരു അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുക? അല്ലേ, നമ്മൾ ആരെങ്കിലും സഹായത്തിന് വിളിക്കും അല്ലേ. അവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അല്ലേ. സാധാരണ നമ്മളാണെങ്കിലും എന്താണ്, നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് സഹായം ചോദിക്കും അല്ലേ, ആരോടെങ്കിലും പറയും, അതല്ലേ നമ്മൾ ചെയ്യുക. ഇവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ദി കറേജ് മീൻസ് ധൈര്യം. ദിൽന വാസ് ഓൺലി 8 ഇയേഴ്സ് ഓൾഡ്. ദിൽനയ്ക്ക് എന്താണ് 8 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8 ഇയേഴ്സ് ഓൾഡ് അല്ലേ, നിങ്ങളെപ്പോലെ 8 വയസ്സായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ദിൽന. ബട്ട് ആസ് ദി എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷേ എന്താണ്, അവളാണ് മൂത്ത കുട്ടിയിലെ എൽഡർ ചൈൽഡ്, ഏറ്റവും മൂത്ത കുട്ടി എന്ന നിലയിൽ ഷീ ഹാഡ് ടു ഡു സംതിങ്, അവൾക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു അല്ലേ. മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവളാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് അല്ലേ. അമ്മ ഇങ്ങനെ പറ്റി കിടക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും അവൾക്ക് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ അനിയൻ എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല, ചെറിയ കുട്ടിയല്ലേ. ഷീ ഫെൽറ്റ് സ്കെയേർഡ് മീൻസ് ഭയം, ഫെൽറ്റ് മീൻസ് അനുഭവപ്പെട്ടു അല്ലേ, ഒരു ഭയം അനുഭവപ്പെട്ടു. അതായത് അവൾക്കൊരു ഭയം തോന്നിയില്ലേ, ചെറുതായിട്ടൊരു പേടി തോന്നി. ബട്ട് ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷേ അവൾക്ക് എന്തറിയാമായിരുന്നു? അവൾ ശാന്തത പാലിക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു. ബട്ട് അവൾക്കറിയാമായിരുന്നു ഷീ ഹാഡ് ടു സ്റ്റേ കാമായിട്ടില്ലേ, ശാന്തമായിട്ട് ഇരിക്കണമെന്ന് അറിയാമായിരുന്നു. ഷീ ലുക്ക്ഡ് എവരിവേർ അല്ലേ, അവർ എല്ലായിടത്തും നോക്കിയില്ലേ, എല്ലായിടത്തും നോക്കി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അവളിങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റില്ലെന്നും അതുപോലെ അവളാണ് മൂത്ത കുട്ടി, അവൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും ഒക്കെ അവൾക്ക് അറിയാമായിരുന്നു. സഡൻലി പെട്ടെന്ന് ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ദിൽന എന്തോർത്തു? ദിൽന ഓർത്തു ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ അല്ലെ, മുത്തശ്ശിയോടൊപ്പം ഗ്രാൻഡ് മദറിൻ്റെ കൂടെ കളിച്ചിരുന്ന കളിയെക്കുറിച്ചിട്ടാണ് അവൾ റിമെമ്പർ ചെയ്യുന്നത്, ഓർക്കുന്നത്. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി സമയത്ത് അടിയന്തര ഘട്ടങ്ങളിൽ 101 വിളിക്കാൻ മുത്തശ്ശി ആവശ്യപ്പെട്ടത് അവൾ ഓർത്തു അല്ലേ. 101 101 എന്താണ്? എമർജൻസി കേസില്ലേ, നമുക്ക് അടിയന്തര ഘട്ടം അല്ലേ, നമ്മുടെ അത്യാവശ്യ ഘട്ടം, എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അപകട ഘട്ടങ്ങളിലൊക്കെ 101 വിളിച്ചിട്ടാണ് അവളും മുത്തശ്ശിയും കളിച്ചിരുന്നത്. ആ കളിയാണ് ആരോർക്കുന്നത്? നമ്മുടെ ദിൽന ഓർക്കുന്നത്. വാട്ട്സ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? വെർ ഡു യു ലീവ്? നിങ്ങൾ എവിടെ താമസിക്കുന്നു? ദിൽന റിയലൈസ്ഡ് ദിസ് വാസ് നോട്ട് എ ഗെയിം എനിമോർ. ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു. ഇതൊരു കളിയല്ലെന്ന് ദിൽന മനസ്സിലാക്കി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയാമായിരുന്നു അല്ലേ. ദിൽന മനസ്സിലാക്കി, റിയലൈസ് ചെയ്തു. ദിസ് വാസ് നോട്ട് ഗെയിം എനിമോർ അല്ലേ, ഇത് ഇനി ഒരു കളിയല്ലെന്ന് ദിൽന മനസ്സിലാക്കി, റിയലൈസ് ചെയ്തു. അവളെന്താണ്? ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു അല്ലേ, അവൾക്കറിയാമായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന്. മുത്തശ്ശിയോട് ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു പണ്ട് അല്ലേ, 101 വിളിച്ചിട്ട് എമർജൻസിയിൽ അങ്ങനെ ഒരു കളി കളിക്കുമായിരുന്നു. അതൊരു കളിയല്ല, ഇതെന്താണ് ഇങ്ങനെ ഒരു എമർജൻസി കേസിൽ വിളിക്കേണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് താഴെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? എന്തുകൊണ്ടാണ് ദിൽന കാമായിട്ട് ശാന്തമായി ഇരുന്നത് അല്ലേ. വൈ ഡിഡ് എന്തുകൊണ്ടാണ് അല്ലേ, ബിക്കോസ് ഷീ വാസ് ദി എൽഡർ സിസ്റ്റർ ആൻഡ് ഷീ ഹാഡ് ടു ഡു സംതിങ് അല്ലേ. എന്താണ് കാരണം? ബിക്കോസ് ഷീ വാസ് ദി എൽഡർ സിസ്റ്റർ അല്ലേ, ഏറ്റവും മൂത്ത എൽഡർ ആയിട്ടുള്ള സിസ്റ്റർ അവളായിരുന്നു അല്ലേ. ഷീ ഹാഡ് ടു ഡു സംതിങ്, അവൾക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? എന്തായിരുന്നു ആ ഗെയിം അല്ലേ, ദിൽന അവളുടെ മുത്തശ്ശിയോടൊപ്പം കളിച്ചിരുന്ന ആ ഗെയിം എന്തായിരുന്നു? വാട്ട് വാസ് ദി ഗെയിം? എന്താണ് ഗെയിം? ആൻസർ എന്താണ്? ദേ പ്ലേഡ് ആസ് കാളിംഗ് ടു 101 ഇൻ എ എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷനിൽ 101 വിളിച്ചിട്ടുള്ള ഒരു കളിയായിരുന്നു അവൾ കളിച്ചിരുന്നത് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? ദിൽന ഇനി എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? ആ 101 വിളിക്കാനല്ല നോക്കുക അല്ലേ. ഷീ വിൽ കാൾ ടു 101 അല്ലേ, അവൾ എന്തായാലും 101 വിളിക്കുമായിരിക്കും, നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ ഒരു കളിയാണ് അവർ കളിച്ചിരുന്നത്. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് എന്തോന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അവൾ അതിലേക്ക് വിളിക്കുമായിരിക്കും, നമുക്ക് നോക്കാം. ദി കോൾ ഫോർ ഹെൽപ്പ് അല്ലേ, സഹായത്തിനുള്ള കോൾ അല്ലേ. ദി കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടിയിട്ടുള്ള കോൾ. ഷീ റാൻ ടു ദി ഫോൺ ആൻഡ് ഡയൽഡ് 101 ദി ഹെൽപ്പ് ലൈൻ നമ്പർ. ഷീ റാൻ ടു ദി ഫോൺ, അവൾ എന്താണ് ഫോണിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അല്ലേ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള സഹായ നമ്പർ അല്ലേ, ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 101 ഡയൽ ചെയ്തു, വിളിച്ചു. ഹെർ ഹാൻഡ്സ് വർ ഷെയ്ക്കിങ്, അവളുടെ കൈകൾ എന്താണ് വിറക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പേടി കൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദി ലൈൻ,
ലൈനിൽ ഒരു സ്ത്രീ ശബ്ദം വന്നു. ലേഡീൻ്റെ വോയിസ് എന്താണ് ആ ലൈനിൽ വിളിച്ചപ്പോൾ മറുപടി ആയിട്ട് ഇങ്ങോട്ട് വന്നു. 101 വാട്ട്സ് യുവർ എമർജൻസി. 101 നിങ്ങളുടെ എമർജൻസി എന്താണ്, അടിയന്തരാവസ്ഥ എന്താണ്, എന്ത് എമർജൻസി ആണെന്ന് ചോദിച്ചു. ദിൽന ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. ദിൽന എന്താണ് ഒരു ഡീപ്പ് ബ്രീത്ത്, ഒരു ദീർഘശ്വാസം എടുത്തു. ഡീപ്പ് ബ്രീത്ത് എടുത്തു. ഹലോ മൈ നെയിം ഈസ് ദിൽന. ഹലോ എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മോം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദി ഫ്ലോർ. എൻ്റെ അമ്മ എന്താണ് ഇപ്പോഴും തറയിൽ കിടക്കുകയാണ്. സ്റ്റിൽ ഓൺ ദി ഫ്ലോർ ഇപ്പോഴും തറയിലാണ്. ബട്ട് ഐ കാൺ വെയ്ക്ക് ഹർ. അപ്പോൾ എനിക്കെന്താണ് അമ്മയെ ഉണർത്താൻ കഴിയുന്നില്ല വെയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ദി ലേഡി ആസ്ക്ഡ് വേർ ഈസ് യുവർ ഫാദർ. അപ്പോൾ ലേഡി എന്ത് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ അച്ഛൻ എവിടെയാണ്. ദിൽന റിപ്ലൈഡ് ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അവരെന്താണ് പുറത്ത് ജോലി ചെയ്യുക, വിദേശത്ത് ജോലി ചെയ്യുന്നു വർക്കിംഗ് അബ്രോഡ് ഗൾഫിലൊക്കെ പോലത്തെ വിദേശത്ത് അബ്രോഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ദിൽന മറുപടി പറഞ്ഞു. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. നീ എന്താണ് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്. നിൻ്റെ അഡ്രസ്സിലെ മേൽവിലാസം പറയാമോ എന്ന് ചോദിച്ചു. ദി ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ ലേഡി എങ്ങനെയാണ് സ്പോക്ക് ചെയ്തത്, സംസാരിച്ചത് വളരെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട്. ബട്ട് സീരിയസ്ലി പക്ഷെ എന്താണ് സീരിയസ് ആയിട്ടില്ലേ, കാര്യഗൗരവത്തോട് കൂടിയിട്ട്. സീരിയസ് ആയിട്ടാണെങ്കിലും എന്താണ് വളരെ സോഫ്റ്റായിട്ട് വളരെ മൃദുവായിട്ടാണ് സംസാരിച്ചിരുന്നത്. അതായത് 101 വിളിച്ചിട്ടുള്ള ലേഡിയുടെ സംസാരമാണ് പറയുന്നത്, തിരിച്ച് വിളിച്ച ആ ലേഡിയുടെ. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹർ. ദിൽന തൻ്റെ മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ ഉച്ചത്തിലും വ്യക്തമായി സംസാരിക്കാൻ ഓർമ്മിച്ചു. ദിൽന റിമെമ്പേർഡ് ദിൽന ഓർമ്മിച്ചു. ടു സ്പീക്ക് ലൗഡ്ലി നല്ല ഉച്ചത്തിൽ സംസാരിക്കാനും അതുപോലെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടും. എങ്ങനെ ജസ്റ്റ് ലൈക്ക് ഹർ ഗ്രാൻഡ് മദർ ഹാഡ് തോട്ട് ഹർ. ഗ്രാൻഡ് മദർ മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ എന്താണ് അതുപോലെ ലൗഡായിട്ടും വ്യക്തമായിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓർത്തു. ഐ ലീവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. രാംനഗർ സ്ട്രീറ്റിൽ ചെറുവപ്പാടി എന്നുള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നതില്ലേ. എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു ദ ലേഡി സെഡ്. അപ്പോൾ ആ ലേഡി എന്ത് പറഞ്ഞു, താങ്ക് യു ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം. സ്റ്റേ ഓൺ ദി ഫോൺ വിത്ത് മീ അണ്ടിൽ ദി ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ ദിൽന അഗ്രീഡ്. സ്റ്റേ ഓൺ ദി ഫോൺ ആ ഫോണിൽ തുടരാൻ, സ്റ്റേ ചെയ്യാൻ അവിടെ തന്നെ നിൽക്കാൻ. വിത്ത് മീ എൻ്റെ കൂടെ ആ ഫോണിൽ തുടരാൻ. അണ്ടിൽ എപ്പോൾ വരെ, ദി ഫയർമാൻ ഗെറ്റ് ദർ ഫയർമാൻ അവിടെ എത്തുന്നത് വരെ. ഓക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദിൽന എന്താണ് അഗ്രി ചെയ്തു, സമ്മതിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്. ആരെയാണ് ദിൽന സഹായത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് കോൾ ചെയ്തത്, വിളിച്ചത്. വാട്ട് ഡിഡ് ദി ലേഡി സേ. ആ ലേഡി എന്താണ് പറഞ്ഞത്. ദിൽന എവിടേക്കാണ് വിളിച്ചത്, 101 സഹായ നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 101 വിളിച്ചത്. ദിൽന കാൾഡ് 101 ദി ഹെൽപ്പ് ലൈൻ നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ സഹായ നമ്പർ ആയിട്ടുള്ള 101 ദിൽന വിളിച്ചത്. ദി ലേഡി റിപ്ലൈഡ് ഹെർ ദാറ്റ് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ലേഡി എന്താണ് മറുപടി കൊടുത്തത്, ലേഡി എന്താണ് പറഞ്ഞത്, അവളൊരു നല്ല കാര്യമല്ലേ, ഗ്രേറ്റ് ജോബാണ് ചെയ്തതില്ലേ. വിളിച്ചത് എന്ന് പറഞ്ഞത് നല്ലൊരു കാര്യമാണല്ലേ, നല്ല രീതിയിലാണ് പ്രവർത്തിച്ചതില്ലേ, ഗ്രേറ്റ് ജോബ് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു. നിങ്ങളാണ് ദിൽന എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു. ദിൽനയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും. ഒന്നെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ അച്ഛനെ കിട്ടിയില്ലെങ്കിൽ എന്താണ് അയൽവക്കത്തുള്ള ആരോടെങ്കിലും പറയും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. നിങ്ങളാണെങ്കിൽ അറ്റ് ഫസ്റ്റ് ഐ വിൽ ഇൻഫോം മൈ ഫാദർ. ഫസ്റ്റ് ഞാൻ എന്താണ് എൻ്റെ അച്ഛനെ വിളിക്കും. ഇഫ് ഹീ ഈസ് അണേബിൾ ടു റീച്ച് അദ്ദേഹത്തെ കിട്ടിയില്ലെങ്കിൽ ഇഫ് ഹീ ഈസ് അണേബിൾ ടു റീച്ച് വരാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ, കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ ദെൻ ഐ വിൽ സീക്ക് ഹെൽപ്പ് ഫ്രം മൈ നൈബേഴ്സ് എൻ്റെ നൈബേഴ്സ് അയൽവാക്കക്കാരോട് ഞാൻ എന്താണ് സഹായം ചോദിക്കും. സീക്ക് അന്വേഷിക്കും, ചോദിക്കും ഹെൽപ്പ് ചോദിക്കും. ആരോട്, നൈബേഴ്സിനോട് ചോദിക്കും. റിലീഫ് ആശ്വാസം. ദിൽന ഹിയർഡ് ദി സൈറൻ ഓഫ് ദി അപ്രോച്ചിങ് ഫയർ എൻജിൻ. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. ദിൽന എന്ത് കേട്ടു, ദിൽന ഹിയർഡ് ദി സൈറൻ ഓഫ് ദി അപ്രോച്ചിങ് ഫയർ എൻജിൻ. ഫയർ എൻജിൻ്റെ സൈറൻ കേട്ടു അടുത്ത് വരുന്ന അപ്രോച്ച് ചെയ്യുന്ന ആ ഫയർ എൻജിൻ്റെ ആ സൈറൻ ആ മുഴക്കം കേട്ടു. സൂൺ താമസിയാതെ ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. വാതിലൊരു മുട്ട് കേട്ടു. നോക്ക് അറ്റ് ദി ഡോർ, ഡോറിൽ നോക്ക് ചെയ്യുന്ന സൗണ്ട് മുട്ടൽ കേട്ടു. ദി ലേഡി ഓൺ ദി ഫോൺ സൈഡ് ഫോണിൽ ആരോ ഒരു ലേഡിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, അവരെത്തുന്നവരെ കട്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേഡി എന്താണ് ആ ഫോണിലൂടെ പറഞ്ഞത്, ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദി ഡോർ നൗ ഇപ്പോൾ എന്താണ് ഈ വാതിൽ തുറക്കാൻ എന്താണ്, നീ സുരക്ഷിതമാണ്, സേഫാണ്. ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദി ഡോർ നൗ ഇപ്പോൾ നിനക്കെന്താണ് വാതിൽ തുറക്കാം. ദി ഫയർമാൻ ആർ ദർ ഫയർമാൻ എന്താണ് അവിടെ എത്തിയിട്ടുണ്ട്, അവിടെയുണ്ട്. ഷീ റാൻ ടു ദി ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ് അവൾ എന്താണ് ഓടിച്ചെന്ന് വാതിൽ തുറന്നു, ഓപ്പൺ ചെയ്തു. 2 ഫയർമാൻ റഷ്ഡ് ഇൻ 2 ഫയർമാൻ എന്താണ് ഓടിയെത്തി, റഷ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി. ദിൽന ലെഡ് ദം ടു ദി ലിവിംഗ് റൂം ദിൽന എന്താണ് അവരെ ലിവിംഗ് റൂമിലേക്ക് നയിച്ചു, ലെഡ് ചെയ്തു അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി.
ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദി ഫ്ലോർ. അവളുടെ അമ്മ ഇപ്പോഴും എന്താണ് തറയിൽ കിടക്കുകയായിരുന്നു. സ്റ്റിൽ ലൈയിങ് ഓൺ ദി ഫ്ലോറിൽ ഇപ്പോഴും എന്താണ് ആ തറയിൽ ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഇസാക്ക്. ദിൽനയെയും ഇസാക്കിനെയും രക്ഷിക്കാൻ സഹായിക്കാൻ ആരാണ് വന്നത്? ഹൂ കെയിം ആരാണ് വന്നത്? ഫയർമെൻസിലെ. ടൈംലി ഹെൽപ്പ് സമയത്തിനുള്ള സഹായം സംയോജിതമായ സഹായം ടൈമിൽ കൃത്യസമയത്തുള്ള ഹെൽപ്പ് സഹായം. ദി ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻ എന്താണ് അവളുടെ അമ്മയെ പരിശോധിച്ചു, ചെക്ക് ചെയ്തു. ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ് പതുക്കെ എന്താണ് അവളുടെ കണ്ണുകൾ തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. എന്താണ് കുറച്ച് വെള്ളം കൊടുത്തു വാട്ടർ കൊടുത്തു. ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ അവൾക്ക് സുഖം തോന്നാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ ഫീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊടുത്തു. മോം ഇസക് ഷൗട്ടഡ് വിത്ത് ജോയ് ഇസക് എന്താണ് സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു ഷൗട്ട് ചെയ്തുകൊണ്ട് എന്താണ് അമ്മയെന്ന് വിളിച്ചു. മോം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്. ദിൽന സെഡ്. ദിൽന എന്ത് പറഞ്ഞു? ഈ ആളുകളാണ് നമ്മളെ സഹായിച്ചത്. ദീസ് പീപ്പിൾ ഈ ആളുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചത്. താങ്ക് യു ദി മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദി ഫയർമാൻ. ഫയർമാനെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞു? താങ്ക് യു നന്ദി എന്ന് പറഞ്ഞു. വൺ ഓഫ് ദി ഫയർമാൻ സെഡ് ടു ദി മദർ യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഷീ ഈസ് എ ഹീറോ. അതിലൊരു ഫയർമാൻ, വൺ ഓഫ് ദി ഫയർമാൻ, ഈ ഫയർമാനിൽ ഒരാൾ എന്ത് പറഞ്ഞു? അമ്മയോട് പറയുകയാണ് യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ് നിങ്ങളുടെ മകൾ എന്താണ് ഒരു ഗ്രേറ്റ് ജോബ് നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഷീ ഈസ് എ ഹീറോ അവളെന്താണ് ഒരു ഹീറോയാണ്. അപ്പോൾ എന്താണ്? ദിൽന ഫെൽറ്റ് ഹാപ്പി ദിൽനക്ക് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ആക്ച്വലി ഐ വാസ് സ്കെയർഡ് ദിൽന അഡ്മിറ്റഡ്. ദിൽന എന്താണ് പറഞ്ഞത് എനിക്കെന്താണ് സത്യത്തിൽ എന്താണ് ആക്ച്വലി എനിക്ക് പേടിയായിരുന്നു. ഐ വാസ് സ്കെയർഡ് ഞാൻ പേടിച്ചിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തു എന്ന് മാത്രം ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം. അവളുടെ കടമയാണ്, ഡ്യൂട്ടിയാണല്ലേ, അതാണ് അവൾ ചെയ്തത്. ദി ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഫയർമാൻ പുഞ്ചിരിച്ചുകൊണ്ടെന്നാണ് അവളെ തലോടി പാറ്റഡ് പാറ്റഡ് മീൻസ് തലോടി, അവളുടെ തലയിൽ തലോടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദി ഫയർമാൻ ഡു ടു വേക്ക് ദർ മദർ അപ്പ്. അമ്മയെ ഉണർത്താൻ വേണ്ടിയിട്ട്, അവരുടെ അമ്മയെ ഉണർത്താൻ വേണ്ടി ഫയർമാൻ ആദ്യം എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് ദി ഫയർമാൻ ഡു. ഫയർമാൻ എന്താണ് ചെയ്തത്? ഡു ചെയ്തത്. ഫസ്റ്റ് ദേ ഗേവ് ഫസ്റ്റ് എയ്ഡ് ടു ഹെർ മദർ. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു പ്രഥമ ശുശ്രൂഷ. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. വെൻ ഹെർ മദർ ഓപ്പൺ ഹെർ ഐസ് ദേ ഗേവ് വാട്ടർ ടു ഹെർ ടു ഫീൽ ബെറ്റർ അമ്മ കണ്ണ് തുറന്നപ്പോൾ എന്താണ്? വെള്ളവും കൊടുത്തു അമ്മ എന്താണ് കണ്ണ് തുറന്നപ്പോൾ ഓപ്പൺഡ് ഹെർ ഐസ് ദേ ഗേവ് വാട്ടർ ടു ഹെർ കണ്ണ് തുറന്നപ്പോൾ വെള്ളവും കൊടുത്തു. ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, പിന്നെ കണ്ണ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ? വെള്ളവും കൊടുത്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ. ദിൽന ആണ് ഹീറോ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? വൈ ഡിഡ് ദി ഫയർമാൻ സേ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് ദിൽന ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം എന്താണ്? ദിൽന ഒരു നല്ലൊരു കാര്യം, ഒരു ഗ്രേറ്റ് ജോബാണ് ചെയ്തത്. ഷീ ഹാൻഡിൽ ദി സിറ്റുവേഷൻ ബ്രേവ്ലി. ദിൽന എന്താണ് ആ സിറ്റുവേഷൻ വളരെ നന്നായിട്ട് ബ്രേവായിട്ട് നല്ല ധൈര്യത്തോട് കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ബ്രേവ്ലി മീൻസ് ധൈര്യത്തോട് കൂടിയിട്ട്. ആ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ എന്താണ് നല്ല ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്? നല്ല ധൈര്യത്തോട് കൂടിയിട്ടില്ലേ, ബ്രേവ്ലി ആയിട്ടാണ്, ഒരു പേടിയും ഇല്ലാത്ത നല്ല രീതിയിലാണ് അവൾ അതിനെ ഹാൻഡിൽ ചെയ്തത്, കൈകാര്യം ചെയ്തത്. അവാർഡ് ഫോർ ബ്രേവറി. ബ്രേവ് മീൻസ് ധീരത ധീരതയ്ക്കുള്ള അവാർഡ് പുരസ്കാരം, ധീരതയ്ക്ക് കിട്ടുന്ന അവാർഡ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദി ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദി ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ ദി ഫയർമാൻ ഇൻവൈറ്റഡ്. ഫയർമാൻ ആരെ ഇൻവൈറ്റ് ചെയ്തു? ക്ഷണിച്ചു ദിൽനയെ. ടു ദി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു, ഇൻവൈറ്റ് ചെയ്തു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ് അവരെന്താണ് അവൾക്കൊരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡ് നോട്ട് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ അവൾക്ക് എന്താണ് ശരിക്കൊരു ഹീറോ, നായികയെ പോലെ തോന്നിയില്ല, ഒരു ഹീറോ ആണെന്ന് ഫെൽറ്റ് ചെയ്തില്ല ഷീ ഡിഡ് നോട്ട് റിയലി ഫീൽ അവൾക്ക് ഫീൽ ചെയ്തില്ല, ഡിഡ് നോട്ട് ഒരു ഹീറോ ആയിട്ടൊന്നും അവൾക്ക് തോന്നിയില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ് അമ്മ സുരക്ഷിതയായതിൽ അവൾ സന്തോഷിച്ചു അമ്മ സുരക്ഷിതയാണ്, അവൾക്ക് അത്ര മതി, വലിയ ഹീറോ ആയിട്ടൊന്നും അവൾക്ക് തോന്നിയില്ല. ആസ് ദേ ലെഫ്റ്റ് ദി ഫയർ സ്റ്റേഷൻ അവരെ ഫയർ സ്റ്റേഷനിൽ നിന്ന് പോന്നപ്പോൾ ദിൽന ടേൺ ടു ഇസാക്ക്. ദിൽന എന്താണ് ഇസാക്കിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു. ആൻഡ് സെഡ് എന്താണ് പറഞ്ഞത്? യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ തോട്ട് മീ. ഒരു എമർജൻസിൻ്റെ ഇതുപോലുള്ളൊരു അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് എന്നുള്ളത് നിനക്കറിയാമോ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? ഋഷി എന്നെ പഠിപ്പിച്ചതുപോലെ ഗ്രാൻഡ് മദർ തോട്ട് മീ, ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചതുപോലെ ഐ വിൽ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്ത്? ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് ആര് പറയുകയാണ്? ദിൽന അവൻ്റെ ബ്രദറായിട്ടുള്ള ഇസാക്കിനോട് പറയുകയാണ്. സെഡ് പറഞ്ഞു. ഇസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഇസാക്ക് അവരുടെ സിസ്റ്ററിൻ്റെ മേൽ നോക്കിയിട്ട് എന്താണ്? സ്മൈൽ ചെയ്തു, പുഞ്ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദി ബെസ്റ്റ്.
നന്ദി ദിൽന, നീയാണ് ഏറ്റവും ബെസ്റ്റ്, യു ആർ ദി ബെസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദി ഫയർ സ്റ്റേഷൻ? എന്തിനാണ് ഫയർമാൻ ദിൽനയെ ഇൻവൈറ്റ് ചെയ്തത്, ക്ഷണിച്ചത്, ടു ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്തിനാണ്? ടു ഗീവ് ഹെർ ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവറി, അവളുടെ ധൈര്യത്തിന്, ബ്രേവറിക്ക് വേണ്ടിയിട്ട് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഗീവ് ഹെർ ആൻ അവാർഡ്, അവൾക്കൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ ഹെർ ബ്രേവറി, അവളുടെ ധൈര്യത്തിന് വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദിൽനയെ ഇൻവൈറ്റ് ചെയ്തത്, ക്ഷണിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് നോട്ട് ദിൽന കൺസിഡർ ഹെർ സെൽഫ് എ ഹീറോ? അവൾ എന്താണ്, അവളെ തന്നെ ഒരു ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്തില്ല, എന്തുകൊണ്ട്? വൈ, എന്തുകൊണ്ട്? ഡിഡ് നോട്ട് ദിൽന കൺസിഡർ ഹെർ സെൽഫിലെ, അവളെ തന്നെ ഒരു ഹീറോ ആയിട്ട്, ഹെർ സെൽഫ്, അവളെ ഹീറോ ആയിട്ട് കണ്ടില്ല, എന്തുകൊണ്ടാണ്? ഷീ ഡിഡ് നോട്ട് ഫീൽ ഹെർ സെൽഫ് ആസ് എ ഹീറോ, അവളെന്താണ്, അവളൊരു ഹീറോ ആയിട്ട് അവൾക്ക് തോന്നിയില്ല. ഷീ ഓൺലി ഫെൽറ്റ് ഗ്ലാഡ് ബിക്കോസ് ഹെർ മദർ വാസ് സേഫ്, അമ്മ സുരക്ഷിതയാണെന്നതിൽ അവൾ സന്തോഷിക്കുക മാത്രമേ അവൾ ചെയ്തുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദി സ്റ്റോറി? ഈ സ്റ്റോറി, ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണ്, എന്ത് ലെസണാണ് നിങ്ങൾ പഠിച്ചത്, ലേൺ ചെയ്തത്? വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് വിൽ വി ഡു ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലേ, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, അതാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത് അല്ലേ. വി ഹാവ് ടു നോ, നമുക്കറിയണം. എബൌട്ട് വാട്ട് വിൽ വി ഡു അല്ലേ, എന്ത് ചെയ്യണമെന്ന്. ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ, അത്യാവശ്യ ഘട്ടങ്ങളില്ലേ, എമർജൻസി ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഈ കഥയിലൂടെ നമ്മൾ പഠിച്ചു അല്ലേ. എമർജൻസി നമ്പർ ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, സഹായ നമ്പർ ആയിട്ടുള്ള 101 101 വിളിക്കണമെന്ന് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ പഠിച്ചു. നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്ക് ഇതിലുള്ള ആക്ടിവിറ്റീസും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.